തദ്ദേശീയ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുട്ടനെ നിൽക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിലുള്ള ഉൾപോരുകൾ ശക്തമായി പുറത്തേക്ക് വരികയാണ്. പിണറായി സർക്കാരിനെ പുകഴ്ത്തി സംസാരിച്ച ശശി തരൂരിന്റെ വാക്കുകൾ എത്തിയതും തരൂരിന്റെ കഴുത്തു പിടിക്കാൻ സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും എത്തി. അതിനെല്ലാം ചേർത്ത് മറുപടി നൽകുകയാണ് തരൂർ. വീഡിയോ ദൃശ്യങ്ങൾ കാണാം. ഞാൻ പറഞ്ഞത് 16 വർഷമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എല്ലാവർക്കും അറിയാം. നമ്മളുടെ യുവാക്കൾ ഈ സംസ്ഥാനം വിട്ടിട്ട് വേറെ സംസ്ഥാനങ്ങൾ വേറെ രാജ്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ മാറ്റാൻ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഈ സംസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണം. നമ്മൾ ഇനിഷ്യേറ്റീവിനെ സഹായിക്കണം. നമ്മൾ പുതിയ ബിസിനസ് സ്ഥാപിക്കാൻ സഹായിക്കണം. അവരെ ഇവിടെ കൊണ്ടുവരണം. ഇത് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് ഈ കേരളത്തിൻ്റെ ഓരോരോ തെരഞ്ഞെടുപ്പിലും എൻ്റെ നിങ്ങൾ മാരാമൺ കൺവെൻഷനിൽ സ്പീച്ച് കേട്ടോളൂ, കാത്തലിക് യൂത്ത് ലീഗിൻ്റെ കോൺഫറൻസിൽ സ്പീച്ച് കേട്ടോളൂ. ഇതെല്ലാം പുതിയ കാര്യങ്ങളല്ല, ഞാൻ എപ്പോഴും ആവശ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഞാനൊരു അന്താരാഷ്ട്രീയ മേഖലയിൽ റിപ്പോർട്ട് കാണുന്നു, ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഈക്കോസിസ്റ്റം റിപ്പോർട്ട്. അപ്പോൾ അതിൽ പറയുന്നത് അതിശയപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ആർട്ടിക്കിൾ എഴുതിയത്. ഞാൻ ആവശ്യപ്പെട്ടൊരു കാര്യം കേരളത്തിൽ ഇപ്പോൾ ചെയ്യാൻ അവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ അംഗീകരിക്കേണ്ടത്. ഞാൻ 16 വർഷം ആവശ്യപ്പെട്ട് അതിന് പെട്ടെന്ന് ഇത് റിപ്പോർട്ട് വരുന്നത് ഇത് സ്റ്റാർട്ടപ്പ് മേഖല ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഉമ്മൻചാണ്ടിയാണ് ആദ്യം സ്റ്റാർട്ടപ്പ് മേഖലയിൽ ഇനിഷ്യേറ്റീവ് എടുത്ത് സ്റ്റാർട്ടപ്പ് വില്ലേജ് സ്ഥാപിച്ചത്. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ സമയത്താണ് സ്റ്റാർട്ടപ്പ് മിഷൻ സ്ഥാപിച്ചത് 2014. അതാണ് ഇപ്പോഴത്തെ സർക്കാർ, നിലവിലുള്ള സർക്കാർ അതിൽ കെട്ടിയിട്ട് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത്. നല്ല കാര്യം ചെയ്താൽ അതിനെ അംഗീകരിക്കണം എന്ന് എൻ്റെ വിശ്വാസമാണ്. പ്രത്യേകിച്ച് ഞാൻ ആവശ്യപ്പെട്ടത്, നിങ്ങൾ എൻ്റെ പ്രസംഗങ്ങളൊക്കെ യൂട്യൂബിൽ കൂടി കാണാം. ഞാൻ പ്രചാരണ പ്രസംഗം പോട്ടെ, യൂട്യൂബിലുള്ള പ്രസംഗം കേട്ടിട്ട് നിങ്ങൾ അറിയൂ ഞാൻ എന്താണ് ആവശ്യപ്പെട്ടതെന്ന്. ആ ആവശ്യപ്പെട്ട കാര്യമാണ് ഞാൻ അംഗീകരിച്ചത്. ഒന്ന്. രണ്ടാമത്തത്, ഞാൻ ഈ ആർട്ടിക്കിളിൽ കേരള എക്കോണമിയെക്കുറിച്ച് മൊത്തം എഴുതിയതല്ല. ഞാൻ സ്റ്റാർട്ടപ്സിനെ കുറിച്ച് മാത്രമാണ്. അത് ഇംഗ്ലീഷ് വായിക്കുന്നവർക്ക് അത് മനസ്സിലാവാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കേരളത്തിൻ്റെ എക്കോണമിയെക്കുറിച്ച് പല കുറ്റങ്ങളുണ്ട്, പല കുറവുകളുണ്ട്, പല കാര്യത്തിൽ നന്നാക്കാൻ ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. നമ്മൾക്കറിയാം നമ്മുടെ തൊഴിലില്ലായ്മ ഭയങ്കര ഹൈ ആണ്. ഞാൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് യുവ തൊഴിലില്ലായ്മ. ജമ്മു ആൻഡ് കശ്മീർ കഴിഞ്ഞിട്ട് എല്ലാം വെച്ച് മോശം ഇന്ത്യയിൽ കേരളമാണ്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കർഷക മേഖലയിലുള്ള ക്രൈസിസ്, അത് കാഷ്യൂ ആയാൽ ശരി, റബ്ബറായാൽ ശരി, പൈനാപ്പിൾ ആയാൽ ശരി, നമ്മളെല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ബുദ്ധിമുട്ട്. എല്ലാം ബുദ്ധിമുട്ടിലാണ്. നമ്മൾ പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻസ് ഇപ്പോൾ കൂടി നഷ്ടത്തിലാണ്. ഭൂരിപക്ഷം ഒരു 80% നമ്മുടെ PSUs നഷ്ടത്തിലാണ് ഇരിക്കുന്നത് കേരളത്തിൽ. സ്റ്റേറ്റ് PSUs ആണ് ഞാൻ പറയുന്നത്. അതേപോലെ ഓരോരോ കാര്യത്തിൽ നമ്മളുടെ മത്സ്യത്തൊഴിലാളി മേഖലയെക്കുറിച്ച് ഞാൻ ഇത്ര സംസാരിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പറയുന്നില്ല ഈ സർക്കാർ ചെയ്യുന്ന നമ്മളുടെ എക്കോണമിയെ നയിക്കുന്നത് എല്ലാം 100% കൃത്യമാണെന്ന്. ഞാൻ ഒരു ആർട്ടിക്കിളിൽ ഒരു വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. അതിലും ഫാക്ട്സും ഫിഗേഴ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അഥവാ ആൾക്കാർക്ക് ഇഷ്ടമില്ലെങ്കിൽ അവർ വേറെ ഫാക്ട്സ് ഇറക്കിയാൽ ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ അടിസ്ഥാനമില്ലാതെ ഞാൻ എഴുതില്ല, സംസാരിക്കില്ല. പക്ഷെ ഞാൻ ഒരിക്കലും ഈ സർക്കാരിനോ ഈ സർക്കാരിൻ്റെ നയിക്കുന്ന എക്കോണമിക്ക് ഒരു 100% മാർക്ക് കൊടുത്തിട്ടില്ല. ഒരു മേഖലയിൽ അവർ ചെയ്ത കാര്യത്തിൽ ഞാൻ റിപ്പോർട്ടിൽ വായിച്ചിട്ട് അതിനെ കോട്ട് ചെയ്ത് സൈറ്റ് ചെയ്ത് പിന്തുണ കൊടുത്തു. ഇത് നല്ലതാണ്, ഇത് ആര് ചെയ്താൽ. ഞാൻ പ്രത്യേകിച്ച് ആർട്ടിക്കിളിന് അവസാനത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത തവണ നിങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ ഞങ്ങളിതിനെ തുടർന്നാൽ നിങ്ങൾ അതിനെതിരിക്കരുത് എന്നും കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ആവശ്യം കേരളത്തിൻ്റെ ആവശ്യമാണ്. ഞാനൊരു മലയാളി ജനപ്രതിനിധിയായിട്ടാണ് ഇതിനെ കണ്ടിരിക്കുന്നതും സ്വീകരിച്ചിരിക്കുന്നതും എഴുതിയിരിക്കുന്നതും. ഇതിൽ ഞാൻ CPMൻ്റെ പേരേ ഇല്ല ആർട്ടിക്കിളിൽ. ഞാൻ രാഷ്ട്രീയമോ പാർട്ടി പോളിറ്റിക്സ് അല്ല പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൻ്റെ ഒരു ആവശ്യം കണ്ടിട്ട് ആ ആവശ്യത്തിനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് സത്യമാണെങ്കിൽ കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെങ്കിൽ നന്നായി. അതൊക്കെ ഞാൻ അങ്ങനെ ഒരു ആവശ്യം വന്നാൽ ഞാൻ അത് സ്വീകരിക്കാൻ തയ്യാറാണ്. എനിക്ക് എന്റെ സ്വതന്ത്ര അഭിപ്രായം പറഞ്ഞു. എന്താണ് ഉമ്മൻചാണ്ടി സർക്കാരുകളുടെ കാലത്ത് നടപ്പിലാക്കിയ വികസന കാര്യങ്ങളെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ട്വീറ്റിൽ. ആ ലേഖനത്തിൽ പരാമർശിക്കാതെ അവിടെ ഏകപക്ഷീയമായി വികസനത്തിന് ഞാൻ ഏതൊരു പക്ഷിക്കല്ല ഞാൻ പറഞ്ഞു. സംസ്ഥാനം കേരളത്തിന്റെ റെപ്യൂട്ടേഷൻ എന്തായിരുന്നു, കേരളത്തെ എങ്ങനെയാണ് ഇപ്പം ഇങ്ങനെ ആയത്, അത് മാത്രമേ പറഞ്ഞതിന് ഒരു സർക്കാരിനെ കുറിച്ച് എഴുതിയില്ല. ഇതിനെ ഒരു രാഷ്ട്രീയ വിവാദമാക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചൂണ്ടിക്കാണിച്ചത് എനിക്കറിയുന്ന ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടിയാണ് ആദ്യം ആരംഭിച്ചത്. എഴുതിയതിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് ആദ്യം കാണിച്ചു തരട്ടെ. നിങ്ങൾ പറയുന്നു ഞാൻ
കേരള എക്കോണമിയും സർക്കാരിനെയും CPM-നെയും അത് ചെയ്തിട്ടില്ല. ആർട്ടിക്കിൾ വായിച്ചാൽ അറിയാം, അത് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് വേറെ ഏത് മേഖലയെ കുറിച്ച് തൊട്ടിട്ടില്ല. വെറും ഒരു കാര്യം മാത്രം, സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ച് മാത്രമാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. അതും ഇംഗ്ലീഷിലാണ് എഴുതിയത്, വായിച്ചു നോക്കിയാൽ അറിയാം. മൂന്നാമത്തത്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രാഷ്ട്രീയം ഈ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ റെപ്യൂട്ടേഷൻ മൊത്തം നെഗറ്റീവായിരുന്നു. ഇപ്പോൾ നോക്കൂ, ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. ഇന്നലെ നിങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, രാഷ്ട്രീയം കുറേ കണ്ടിട്ടുണ്ട് ആൾക്കാർ, പക്ഷേ വികസനം കണ്ടിട്ടില്ല. ഞാൻ വികസനത്തിന് വേണ്ടി സംസാരിക്കും. നിങ്ങളുടെ ശബ്ദം കേൾക്കണം, നിങ്ങൾ സംസാരിച്ചോളൂ. സോറി അത് എന്നോട് ചോദിക്കാനല്ല, അവരോടും ചോദിച്ചു. എല്ലാവരും കൂടി ഒരുമിച്ച് സംസാരിച്ചാൽ ഒന്നും മനസ്സിലായില്ല. എന്താ നിങ്ങൾ പറയുന്നത്? ഇതുവരെ ആരും എന്നെ വിളിച്ചു പറയട്ടെ, ആരും വിളിച്ചു പറയട്ടെ. മാധ്യമക്കാർ എന്ത് വേണമെങ്കിൽ ഇറക്കിയാൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് വിവാദങ്ങൾ ഇഷ്ടമാണ്, ആൾക്കാർ എന്നെ വിളിച്ചാവശ്യപ്പെട്ടാൽ ഞാൻ അത് കേൾക്കാം. താങ്കൾ പറഞ്ഞ ഫാക്ടുകൾ തെറ്റാണെങ്കിൽ പറയണമെന്നാണല്ലോ പറഞ്ഞത്. ഇതിന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന PK കുഞ്ഞാലിക്കുട്ടി തന്നെ താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് കാര്യങ്ങൾ നിർത്തി. ശരി, അപ്പോൾ ആ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കറക്ഷൻ എടുക്കാൻ തയ്യാറാണ്. എല്ലാ മാസവും ഞാനൊരു ആർട്ടിക്കിൾ എഴുതും ഈ പത്രത്തിൽ. ഈ മാസം എഴുതിയതിൽ വലിയ തെറ്റുണ്ടെങ്കിൽ അടുത്ത മാസം എനിക്ക് കറക്റ്റ് ചെയ്യാം, അത് പ്രശ്നമില്ല. പക്ഷെ തെറ്റ് എനിക്ക് അറിയണം, കാരണം ഇതെല്ലാം ഒരു CPM പാംഫ്ലെറ്റ് കണ്ടിട്ടല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. ഇത് ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിനെയാണ് ഞാൻ കോട്ട് ചെയ്തത്. അതിൽ തെറ്റുണ്ടെങ്കിൽ അവരോട് നമ്മൾ അറിയിക്കണം. ഇതൊരു ഗ്ലോബൽ റിപ്പോർട്ടാണ്, ഇത് ശരിയല്ല. നമ്മൾ വാഗമൺ സ്പൈസസ്, വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.